Hi friends, ഇത് ഒരു കൊമേഴ്സ് ചാനലാണ്. കൊമേഴ്സ് മെയ്ഡ് ഈസി എന്ന് പറയുന്നൊരു കൊമേഴ്സ് ന്യൂസ് ചാനലാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റേഷ്യോ അനാലിസിസ് ആണ്. റേഷ്യോ അനാലിസിസ് വരുന്ന പോർഷൻ എന്ന് പറയുന്നത് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിലാണ് റേഷ്യോ അനാലിസിസ് വരുന്നത്. മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഒരു ടൂളാണ് ഇത് റേഷ്യോ അനാലിസിസ്. നമുക്കറിയാം മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ presentation of accounting information to assist managerial functions. Managerial functionsനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് managerial functions എഫിഷ്യന്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്ത് ചെയ്യുന്നു, പ്രസന്റ് ചെയ്യുന്നു. മാനേജീരിയൽ ഫങ്ഷൻസ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങും പോളിസി ഫോർമുലേഷനും ഒക്കെ ഈസി ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് എഫിഷ്യന്റ് ആക്കാൻ വേണ്ടിയിട്ട് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ പ്രസന്റ് ചെയ്യുന്ന ഒരു അക്കൗണ്ടിങ് സിസ്റ്റമാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്, അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഫോർ മാനേജ്മെന്റിന് ആവശ്യമായിട്ടുള്ള അക്കൗണ്ടിങ് ഇൻഫർമേഷൻ വരുന്ന അക്കൗണ്ടിങ് ഫീൽഡാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. അതിൽ വരുന്നതാണ് ഇത് റേഷ്യോ അനാലിസിസ്. റേഷ്യോ അനാലിസിസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ടെക്നിക് ഓഫ് അനലൈസിങ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അനലൈസ് ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ് റേഷ്യോ അനാലിസിസ്. നമുക്കറിയാം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് മീൻസ് ഫൈനൽ അക്കൗണ്ട്സ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും. അത് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ് റേഷ്യോ അനാലിസിസ്. എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്റ്റാബ്ലിഷിംഗ് വേരിയസ് റേഷ്യോസ് ഫ്രം these statements means profit and loss അക്കൗണ്ടിൽ നിന്നും ബാലൻസ് ഷീറ്റിൽ നിന്നും എന്ത് ചെയ്യുന്നു, റേഷ്യോസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. എന്നിട്ട് അത് ആ റേഷ്യോസിനെ അനലൈസ് ചെയ്ത് ഓർഗനൈസേഷന്റെ പെർഫോമൻസ് എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് എന്ത് ചെയ്യുക, ഡിസിഷൻസ് എടുക്കുക. അതിനനുസരിച്ച് മാനേജ്മെന്റ് എന്ത് ചെയ്യുക, പ്രവർത്തിക്കുക, മാനേജറിയൽ ഫങ്ഷൻസ് മുന്നോട്ട് കൊണ്ടുപോവുക. അതാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, റേഷ്യോ അനാലിസിസിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താ റേഷ്യോ? Ratio means expressing various relationship from the items in the profit and loss account and balance sheet. നമ്മുടെ ബാലൻസ് ഷീറ്റിലെയും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെയും ഐറ്റംസ് ഉണ്ടല്ലോ, അതിനകത്ത് ഐറ്റംസ് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. രണ്ട് ഐറ്റംസ് എടുത്ത് അതിനെ എന്ത് ചെയ്യുക, അതിൽ നിന്നും റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്ത് റേഷ്യോ ആക്കി മാറ്റുക. ആ റേഷ്യോയെ അനലൈസ് ചെയ്തുകൊണ്ട് നമ്മുടെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്, നമ്മുടെ ഓർഗനൈസേഷന്റെ പെർഫോമൻസ് എന്ത് ചെയ്യുക, വിലയിരുത്തുക. അതാണ് ഇതിനകത്ത് വരുന്നത്, റേഷ്യോ അനാലിസിസിനകത്ത് വരുന്നത്. അതായത് ഫിനാൻഷ്യൽ മാനേജർ ക്യാൻ ഇവാലുവേറ്റ് ദി ഫിനാൻഷ്യൽ പൊസിഷൻ, ലിക്വിഡിറ്റി, പ്രോഫിറ്റബിലിറ്റി ആൻഡ് എഫിഷ്യൻസി ഓഫ് ദ ഫേം. ഫിനാൻഷ്യൽ മാനേജറിന് ഈ റേഷ്യോസ് വെച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ആ ഓർഗനൈസേഷന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ്, ആ ഓർഗനൈസേഷൻ എഫിഷ്യന്റ് ആയിട്ടാണോ പോകുന്നത്, അതിന്റെ ലിക്വിഡിറ്റി പൊസിഷൻ എന്താണ്, അതിന്റെ പ്രോഫിറ്റബിലിറ്റി പൊസിഷൻ എന്താണ്, അതിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്, ഇതെല്ലാം ഇവാലുവേറ്റ് ചെയ്യാൻ ഫിനാൻഷ്യൽ മാനേജറിന് ഈ റേഷ്യോസിന്റെ സഹായത്തോടെ സാധിക്കും. അതാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ്, റേഷ്യോ അനാലിസിസിന്റെ ഇമ്പോർട്ടൻസ്. അത് വെച്ചിട്ട് നമ്മുടെ മാനേജറിന് എന്ത് ചെയ്യാൻ പറ്റും, this helps the management to create policies and take appropriate decisions, controlling the cost and all. അത് വെച്ചുകൊണ്ട് നമ്മുടെ ഓർഗനൈസേഷന് പുതിയ പുതിയ പോളിസീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഡിസിഷൻസ് എടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ കോസ്റ്റ് കൺട്രോൾ ചെയ്യണമെങ്കിൽ അത് ചെയ്യാൻ പറ്റും. ഈ റേഷ്യോസിനെ അനലൈസ് ചെയ്ത് നമ്മുടെ ഓർഗനൈസേഷന്റെ പെർഫോമൻസ് വിലയിരുത്തിയതിനു ശേഷം മാനേജറിയൽ ഫങ്ഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ്, റേഷ്യോ അനാലിസിസിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് ഇവിടെ ഈ റേഷ്യോ തന്നെ നമ്മൾ പലതായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് റേഷ്യോസ് അത് പറയുവാണെങ്കിൽ ഓൺ ദ ബേസിസ് ഓഫ് നേച്ചർ റേഷ്യോസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 4. നമ്മുടെ നേച്ചർ വെച്ചിട്ട് നമുക്ക് റേഷ്യോസിനെ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ലിക്വിഡിറ്റി റേഷ്യോസ്, ലിവറേജ് റേഷ്യോസ്, ആക്ടിവിറ്റി റേഷ്യോസ് ആൻഡ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ്. അത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലിക്വിഡിറ്റി റേഷ്യോസ് ആണ്. അപ്പോൾ ലിക്വിഡിറ്റി റേഷ്യോസ് പഠിക്കുന്നതിന് മുന്നേ എന്താണ് ലിക്വിഡിറ്റി എന്ന് അറിയണം. എന്താണ് ലിക്വിഡിറ്റി? ലിക്വിഡിറ്റി ഈസ് ദ എബിലിറ്റി ഓഫ് ദ ഫേം ടു മീറ്റ് ഇറ്റ്സ് കറന്റ് ലയബിലിറ്റീസ് അല്ലെങ്കിൽ ഷോർട്ട് ടേം ഒബ്ലിഗേഷൻസ്. ഓർഗനൈസേഷന്റെ ഷോർട്ട് ടേം ഒബ്ലിഗേഷൻസ് അല്ലെങ്കിൽ ഷോർട്ട് ടേം ഡെറ്റ്, 1 ഇയറിനുള്ളിൽ കൊടുത്തു തീർക്കേണ്ടതായിട്ടുള്ള ഷോർട്ട് ടേം ഡെറ്റ് കൊടുത്തു തീർക്കാൻ പറ്റുന്ന
പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അതിനുള്ള എബിലിറ്റി നമ്മുടെ ഫേമിനുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ലിക്വിഡിറ്റി. അപ്പോൾ ഫിനാൻഷ്യൽ മാനേജറിനെ ഈ ലിക്വിഡിറ്റി റേഷ്യോസ് വെച്ച് എന്ത് മനസ്സിലാക്കാൻ പറ്റും? നമ്മുടെ കറണ്ട് അസറ്റ്സ് ഉണ്ട് അല്ലെ, നമ്മുടെ ഓർഗനൈസേഷന്റെ കറണ്ട് അസറ്റ്സ് വെച്ചിട്ട് നമ്മുടെ ഓർഗനൈസേഷന്റെ കറണ്ട് ലയബിലിറ്റികളെല്ലാം മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ ലിക്വിഡിറ്റി റേഷ്യോസിൽ നിന്നും പറ്റുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഏത് ലിക്വിഡിറ്റി റേഷ്യോസ്. ആ ലിക്വിഡിറ്റി റേഷ്യോസ് അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന ലിക്വിഡിറ്റി റേഷ്യോസ് ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് റേഷ്യോ ഉണ്ട്, ക്യുക്ക് റേഷ്യോ ഉണ്ട്, ആബ്സല്യൂട്ട് ലിക്വിഡിറ്റി റേഷ്യോ ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് കറണ്ട് റേഷ്യോ. ലിക്വിഡിറ്റി റേഷ്യോ പറഞ്ഞത് നമ്മുടെ ഓർഗനൈസേഷന്റെ കറണ്ട് ലയബിലിറ്റീസ്. കറണ്ട് ലയബിലിറ്റീസ് മീൻസ് ദോസ് ലയബിലിറ്റീസ് വിച്ച് ക്യാൻ ബി പെയ്ഡ് വിത്തിൻ 1 year. 1 yearനുള്ളിൽ കൊടുത്തു തീർക്കേണ്ടതായിട്ടുള്ള എല്ലാ ബാധ്യതകളും ഓർഗനൈസേഷന് കൊടുത്തു തീർക്കാനുള്ള എബിലിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ മാനേജറിനെ ഏത് റേഷ്യോസ് ഹെൽപ്പ് ചെയ്യും? ലിക്വിഡിറ്റി റേഷ്യോസ് ഹെൽപ്പ് ചെയ്യും. അതിൽ ഫസ്റ്റ് വൺ ആണ് ഏത്? കറണ്ട് റേഷ്യോ. കറണ്ട് റേഷ്യോയില് നമ്മൾ എന്താണ് ചെക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, അല്ലെങ്കിൽ ഏത് റിലേഷൻഷിപ്പാണ് കൊണ്ടുവരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കറണ്ട് അസറ്റ്സ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസ്. കറണ്ട് അസറ്റ്സും കറണ്ട് ലയബിലിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് റെപ്രസെന്റ് ചെയ്യുന്ന റേഷ്യോ ആണ് കറണ്ട് റേഷ്യോ. അതുകൊണ്ട് തന്നെ കറണ്ട് റേഷ്യോ ഇസ് ഈക്വൽ ടു കറണ്ട് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. എന്താ അതിന്റെ മീനിങ്? നമ്മുടെ ഓർഗനൈസേഷന് കറണ്ട് അസറ്റ്സ് ഉണ്ട്. എന്താ കറണ്ട് അസറ്റ്സ് എന്ന് പറഞ്ഞാല് ദോസ് അസറ്റ്സ് വിച്ച് ക്യാൻ ബി റിയലൈസ്ഡ് ഓർ കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് വിത്തിൻ 1 year. നമ്മുടെ ഓർഗനൈസേഷനിലെ 1 yearനുള്ളിൽ ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റുകളാണ് കറണ്ട് അസറ്റ്സ്. എക്സാമ്പിൾ പറയുവാണെങ്കിൽ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ബിൽസ് റിസീവബിൾ, സൺട്രി ഡെപ്റ്റേഴ്സ്, സ്റ്റോക്ക്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, ഇതെല്ലാം നമുക്ക് 1 yearനുള്ളിൽ എന്തായിട്ട് മാറ്റാൻ പറ്റും? ക്യാഷായിട്ട് റിയലൈസ് ചെയ്യാൻ പറ്റുന്ന അസറ്റുകളാണ്. അതേപോലെ തന്നെയാണ് കറണ്ട് ലയബിലിറ്റീസ്. എന്താ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാല് കറണ്ട് ലയബിലിറ്റീസ് ആർ ദോസ് ലയബിലിറ്റീസ് വിച്ച് ആർ പേയബിൾ വിത്തിൻ 1 year. 1 yearനുള്ളിൽ കൊടുത്തു തീർക്കേണ്ടതായിട്ടുള്ള ഡെറ്റുകൾ അല്ലെങ്കിൽ ഒബ്ലിഗേഷൻസ്, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? കറണ്ട് ലയബിലിറ്റീസ് എന്ന്. എക്സാമ്പിൾ എന്തൊക്കെയാണ്? സൺട്രി ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിള്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്, ഇതെല്ലാം ഓർഗനൈസേഷന് 1 yearനുള്ളിൽ എന്ത് ചെയ്യണം? കൊടുത്തു തീർക്കേണ്ടുന്ന ഡെറ്റുകളാണ്. അപ്പൊ ഇത് തമ്മിലുള്ള കറണ്ട് അസറ്റുകളും കറണ്ട് ലയബിലിറ്റീസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഏത്? കറണ്ട് റേഷ്യോ. ഇവിടെ എന്താ ചെക്ക് ചെയ്യുന്നത്? നമ്മുടെ ഓർഗനൈസേഷന്റെ 1 yearനുള്ളിൽ ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റിൽ നിന്നും നമുക്ക് 1 yearനുള്ളിൽ കൊടുത്തു തീർക്കേണ്ടതായിട്ടുള്ള എല്ലാ ലയബിലിറ്റീസും കൊടുത്തു തീർക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന റേഷ്യോ ആണ് ഇത് കറണ്ട് റേഷ്യോ. ആ കറണ്ട് റേഷ്യോ മെഷർ ചെയ്യുമ്പോൾ എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? ഷോർട്ട് ടേം സോൾവൻസി ആണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമുക്ക് ഷോർട്ട് പീരീഡിലെ എല്ലാ ലയബിലിറ്റീസും കൊടുത്തു തീർക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന റേഷ്യോ ആണ് ഇത് കറണ്ട് റേഷ്യോ. അപ്പൊ ഈ കറണ്ട് റേഷ്യോ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ മാനേജറിന് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ സോൾവൻസി പൊസിഷൻ എങ്ങനെയാണ്, സൗണ്ട് ആണോ അതോ അൺസൗണ്ട് ആണോ, ഇനാഡിക്വേറ്റ് ആണോ എന്നുള്ള കാര്യം എന്ത് ചെയ്യാൻ പറ്റും? അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. അതിന് അവരൊരു സ്റ്റാൻഡേർഡ് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആണ്. 2 കറണ്ട് അസറ്റ്സ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി. അപ്പൊ 2/1 എന്നുള്ളതാണ് എന്ത്? നമ്മുടെ ഐഡിയൽ ആയിട്ടുള്ള ഒരു കറണ്ട് റേഷ്യോ. അപ്പൊ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഓർഗനൈസേഷന് കിട്ടിയത് 3:1 എന്നുള്ള കറണ്ട് റേഷ്യോ എന്ന് വെച്ചോ. അപ്പൊ അസറ്റ്സ് 3 ഉണ്ട്, കറണ്ട് അസറ്റ്സ് 3 ഉണ്ട്, കറണ്ട് ലയബിലിറ്റി 1 ഉണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ ഓർഗനൈസേഷൻ എന്താണ്? സൗണ്ട് ആണ്. നല്ല ആഡിക്വേറ്റ് ആയിട്ടുള്ള എന്തോ ഉണ്ട്? കറണ്ട് അസറ്റ്സുകളും ഉണ്ട് നമ്മുടെ കറണ്ട് ലയബിലിറ്റീസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ ഈ റേഷ്യോ കറണ്ട് റേഷ്യോ കൂടുന്നതിനനുസരിച്ച് എന്ത് കൂടും? നമ്മുടെ സോൾവൻസി പൊസിഷനും എന്ത് ചെയ്യും? കൂടും. അത് കുറയുന്നതിനനുസരിച്ച് നമുക്ക് എന്താണ്? സോൾവൻസി പൊസിഷൻ എന്ത് ചെയ്യും? കുറയും. നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ ഇനാഡിക്വേറ്റ് ആണ്. വർക്കിംഗ് ക്യാപിറ്റൽ മീൻസ് ഡേ ടു ഡേ ഓപ്പറേഷൻ ഉള്ള വർക്കിംഗ് ക്യാപിറ്റൽ കുറവായിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? അനലൈസ് ചെയ്യുന്നത്. ഈ റേഷ്യോ കുറവാണെങ്കിൽ മനസ്സിലായപ്പോൾ കറണ്ട് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. കറണ്ട് അസറ്റ്സും കറണ്ട് ലയബിലിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഏത് റേഷ്യോയിൽ പറയുന്നത്? കറണ്ട് റേഷ്യോയിൽ പറയുന്നത്. ഇനി രണ്ടാമത്തതാണ് ക്യുക്ക് റേഷ്യോ.
ക്യുക്ക് റേഷ്യോ പിന്നെയും സോൾവൻസി എന്ത് ചെയ്യും, കൂടും, കുറച്ചും കൂടെ എന്താവും, സ്ട്രോങ് ആവും. നമ്മുടെ സോൾവൻസി പൊസിഷൻ ഒന്നും കൂടെ സ്ട്രോങ് ആവുന്ന റേഷ്യോ ആണ് ഇത് ക്യുക്ക് റേഷ്യോ. ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്ന റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് റിലേഷൻ ബിറ്റ്വീൻ ക്യുക്ക് അസെറ്റ്സ് ആൻഡ് കറന്റ് ലയബിലിറ്റീസ്. ഇവിടെ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ന്യൂമറേറ്ററിൽ എന്തോ വന്നിരിക്കുന്നത്, ക്യുക്ക് അസെറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. ക്യുക്ക് റേഷ്യോ ഇസ് ഈക്വൽ ടു ക്യുക്ക് അസെറ്റ് അല്ലെങ്കിൽ ലിക്വിഡ് അസെറ്റ്സ് എന്നും പറയാം. ക്യുക്ക് അസെറ്റ്സ് ഓർ ലിക്വിഡ് അസെറ്റ്സ് ഡിവൈഡഡ് ബൈ കറന്റ് ലയബിലിറ്റി. എന്താ കറന്റ് അസെറ്റ്സും ക്യുക്ക് അസെറ്റ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മള് സ്റ്റോക്കും പ്രീപെയ്ഡ് എക്സ്പെൻസും കറന്റ് അസെറ്റ്സ് ആയിട്ട് പറഞ്ഞില്ലേ, ആ സ്റ്റോക്കിനെയും പ്രീപെയ്ഡ് എക്സ്പെൻസിനെയും നമ്മുടെ കറന്റ് അസെറ്റ്സിൽ നിന്നും എക്സ്ക്ലൂഡ് ചെയ്ത് പറയുന്ന ബാക്കി കറന്റ് അസെറ്റുകളെ മാത്രമേ ഉൾപ്പെടുത്തുന്നുള്ളെങ്കിൽ അതിനെയാണ് ക്യുക്ക് അസെറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്താ ക്യുക്ക് അസെറ്റ്സ് അല്ലെങ്കിൽ എന്താ കറന്റ് അസെറ്റ്സും ക്യുക്ക് അസെറ്റ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, ക്യുക്ക് അസെറ്റ്സ് മീൻസ് കറന്റ് അസെറ്റ്സ് വിച്ച് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് ഇമ്മീഡിയറ്റ്ലി. അവിടെ ആ ഇമ്മീഡിയറ്റ്ലി ആണ് നോക്കേണ്ടത്. പെട്ടെന്ന് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റുകൾ, അത് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ, ക്യുക്ക് അസെറ്റ്സ് വരുന്നുള്ളൂ. അതായത് സ്റ്റോക്കും പ്രീപെയ്ഡ് എക്സ്പെൻസും അത്രയ്ക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ക്യാഷ് ആയിട്ട്, സ്റ്റോക്ക് മീൻസ് നമുക്ക് വിൽക്കാനിരിക്കുന്ന സാധനങ്ങൾ, അത് അത്രയും പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. അതിന്റെ ആ ഒരു വിറ്റ് കിട്ടുന്നതിന്റെ ആ ഒരു പീരീഡ് എന്ന് പറയുന്നത് കുറച്ച് എന്താണ്, ഇമ്മീഡിയറ്റ് അല്ല, കുറച്ച് കാലം എടുക്കും അല്ലെ. അതുകൊണ്ട് അതിനെ എന്ത് ചെയ്യുന്നു, സ്റ്റോക്കിനെ നമ്മൾ നമ്മുടെ കറന്റ് അസെറ്റ്സിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഒഴിവാക്കുന്നു. കൂടാതെ പ്രീപെയ്ഡ് എക്സ്പെൻസ് മീൻസ് എക്സ്പെൻസസ് പെയ്ഡ് ഇൻ അഡ്വാൻസ്, നമ്മൾ മുൻകൂട്ടി കൊടുക്കുന്ന എക്സ്പെൻസസ് ആണ്, അങ്ങനെ അതും എടുക്കുന്നില്ല. അതൊഴിച്ച് ബാക്കിയുള്ള അസറ്റുകളെയാണ് എന്തെന്ന് പറയുന്നത്, ക്യുക്ക് അസെറ്റ്സ്. ക്യുക്ക് അസെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എക്സ്ക്ലൂഡിംഗ് സ്റ്റോക്ക് ആൻഡ് പ്രീപെയ്ഡ് എക്സ്പെൻസസ് ഫ്രം ദി കറന്റ് അസെറ്റ്സ്. കറന്റ് അസെറ്റ്സിൽ നിന്നും സ്റ്റോക്കിനെയും പ്രീപെയ്ഡ് എക്സ്പെൻസസിനെ എന്ത് ചെയ്യുക, എടുത്ത് കളയുക. എന്നിട്ട് എന്താക്കുക, കറന്റ് അസെറ്റ്സ് വിച്ച് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് ഇമ്മീഡിയറ്റ് ആയിട്ട് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റുകളെ മാത്രം ഉൾപ്പെടുത്തുക. അതാണ് ക്യുക്ക് അസെറ്റ്സ്. ആ ക്യുക്ക് അസെറ്റ്സിനെയും കറന്റ് ലയബിലിറ്റിയും തമ്മിൽ എന്ത് ചെയ്യുക, അതിന്റെ ഒരു റിലേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇത് ക്യുക്ക് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ സോൾവൻസി കുറച്ചും കൂടെ എന്തായി, സ്ട്രോങ് ആയി. ഇനി പറയുന്നത് ക്യുക്ക് അസെറ്റ്സ് അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, കറന്റ് അസെറ്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എന്ത് ചെയ്യുക, സ്റ്റോക്കിനെയും പ്രീപെയ്ഡ് എക്സ്പെൻസസിനെയും എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക. എന്നാണ് ക്യുക്ക് അസെറ്റ്സ്. അതിനകത്ത് ഐഡിയൽ റേഷ്യോ ആയിട്ട് പറയുന്നത് 1:1 ആണ്. കാരണം ക്യുക്ക് അസെറ്റ്സ് ആകുമ്പോൾ സ്റ്റോക്കിനെയും പ്രീപെയ്ഡ് എക്സ്പെൻസസിനെയും എന്ത് ചെയ്തു, ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 1:1 എന്ന റേഷ്യോയില് ക്യുക്ക് അസെറ്റ്സും കറന്റ് ലയബിലിറ്റിയും 1:1 എന്ന റേഷ്യോയിലുണ്ടെങ്കിൽ അതെന്താണ്, ഐഡിയൽ ആണ്. ഇത് വെച്ചിട്ട് എന്ത് ചെയ്യും, കമ്പയർ ചെയ്യും, നമ്മുടെ ഓർഗനൈസേഷൻ നല്ല പൊസിഷനിലാണോ, നല്ല എഫിഷ്യന്റ് ആണോ എന്ന് എന്ത് ചെയ്യും, നമ്മൾ ചെക്ക് ചെയ്യും. അതാണ് അടുത്ത റേഷ്യോ ഏതാ, ക്യുക്ക്. നെക്സ്റ്റ് വരുന്നത് ആബ്സല്യൂട്ട് ലിക്വിഡിറ്റി റേഷ്യോ ആണ്. ഇതിനെ നമുക്ക് ക്യാഷ് പൊസിഷൻ റേഷ്യോ എന്നും പറയാം. ഇവിടെ നമ്മൾ വേറെ ഒന്നും എടുക്കുന്നില്ല, കറന്റ് അസെറ്റ്സിൽ നിന്നും ക്യാഷും മാർക്കറ്റബിൾ സെക്യൂരിറ്റീസും മാത്രമേ ഉൾപ്പെടുത്തുന്നുള്ളൂ. ബാക്കി എല്ലാ കറന്റ് അസറ്റുകളെ എന്ത് ചെയ്തു, ഒഴിവാക്കി. ക്യാഷും മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, ക്യാഷ് ഇൻക്ലൂഡ്സ് ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ക്യാഷ് അറ്റ് ബാങ്ക്, രണ്ടും ഉൾപ്പെടുത്തും. ആ ക്യാഷിനെയും മാർക്കറ്റബിൾ സെക്യൂരിറ്റീസിനെയും മാത്രമേ കറന്റ് അസെറ്റ്സ് ആയിട്ട് എന്ത് ചെയ്യുന്നുള്ളൂ, ഉൾപ്പെടുത്തുന്നുള്ളൂ. അങ്ങനെ ക്യാഷും മാർക്കറ്റബിൾ സെക്യൂരിറ്റീസും ആഡ് ചെയ്ത് അതിനെ ഏതുമായിട്ട് കമ്പയർ ചെയ്യുക, കറന്റ് ലയബിലിറ്റീസുമായിട്ട് എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യുക. അതാണ് ഇത് ആബ്സല്യൂട്ട് ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. ഇതാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള, ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള, ഏറ്റവും വിഗറസ് മെഷർ ഓഫ് ഫേംസ് ലിക്വിഡിറ്റി പൊസിഷൻ. ലിക്വിഡിറ്റി പൊസിഷൻ മെഷർ ചെയ്യാനുള്ള ഏറ്റവും ഹെൽത്തി ആൻഡ് സ്ട്രോങ് ആയിട്ടുള്ള റേഷ്യോ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, ആബ്സല്യൂട്ട് ലിക്വിഡിറ്റി റേഷ്യോ ആണ്. ഇവിടുത്തെ ഒരു ഐഡിയൽ റേഷ്യോ എന്ന് പറയുന്നത് 0.75:1 എന്നുള്ള റേഷ്യോ ആണ്. ഇത്രയുമാണ് ഏത് ലിക്വിഡിറ്റി റേഷ്യോസ്. ലിക്വിഡിറ്റി റേഷ്യോസിൽ വരുന്നത് കറന്റ് റേഷ്യോ, ക്യുക്ക് റേഷ്യോ ആൻഡ് ആബ്സല്യൂട്ട് ലിക്വിഡിറ്റി റേഷ്യോ. ഇനി എന്താണ് ലിക്വിഡിറ്റി റേഷ്യോ എന്ന് അനലൈസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷന്റെ ലിക്വിഡിറ്റി പൊസിഷൻ ആണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്താണ് ലിക്വിഡിറ്റി പൊസിഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ദ ഫേംസ് എബിലിറ്റി ടു മീറ്റ് ഇറ്റ്സ് കറന്റ് ലയബിലിറ്റീസ്. അതിന്റെ ഫേമിന്റെ കറന്റ് ലയബിലിറ്റീസ് മീറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള റേഷ്യോസ് ആണ് ലിക്വിഡിറ്റി റേഷ്യോ. അതിനകത്ത് വരുന്നതാണ് കറന്റ് റേഷ്യോ. കറന്റ് റേഷ്യോ എന്താ ചെക്ക് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറന്റ് അസെറ്റ്സും കറന്റ് ലയബിലിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് അവിടെ നോക്കുന്നത്. അതിന്റെ ഐഡിയൽ ആയിട്ടുള്ള റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആണ്. നെക്സ്റ്റ് വരുന്നതാണ് ക്യുക്ക് റേഷ്യോ. അവിടെ നോക്കുന്നത് ക്യുക്ക് അസെറ്റ്സും കറന്റ് ലയബിലിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്. ക്യുക്ക് അസെറ്റ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, സ്റ്റോക്ക് ആൻഡ് പ്രീപെയ്ഡ് എക്സ്പെൻസസ് എക്സ്ക്ലൂഡഡ് ഫ്രം ദി കറന്റ് അസെറ്റ്സ്. കറന്റ് അസെറ്റ്സിൽ നിന്നും
സ്റ്റോക്കിനെയും പ്രീപെയ്ഡ് എക്സ്പെൻസിനെയും എടുത്ത് കളയുമ്പോൾ കിട്ടുന്നതാണ് ഏത് ക്വിക്ക് അസറ്റ്സ്. അവിടുത്തെ ഐഡിയൽ റേഷ്യോ എന്ന് പറയുന്നത് എന്താണ് 1:1 ആണ്. ആബ്സലൂട്ട് ലിക്വിഡിറ്റി റേഷ്യോ ആണ് മൂന്നാമത്തത്. അവിടെ ക്യാഷിനെയും മാർക്കറ്റബിൾ സെക്യൂരിറ്റീസിനെയും മാത്രമേ എടുക്കുന്നുള്ളൂ. ആ ക്യാഷും മാർക്കറ്റബിൾ സെക്യൂരിറ്റീസും എന്തുമായിട്ട് കമ്പയർ ചെയ്യുന്നു? കറന്റ് ലൈബിലിറ്റീസുമായിട്ട് കമ്പയർ ചെയ്യുന്നു. നെറ്റിനുള്ളവർ ശ്രദ്ധിക്കേണ്ടെന്ന് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള മെഷർ ഓഫ് ലിക്വിഡിറ്റി പൊസിഷൻ എന്ന് പറയുന്നത് ഏതാണ്? ആബ്സലൂട്ട് ലിക്വിഡിറ്റി റേഷ്യോ ആണ്. ഇനി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നത് നെറ്റുകാർക്കുള്ള കുറച്ച് മുന്നേ ചോദിച്ചിട്ടുള്ള MCQs ആണ്. അത് ഫസ്റ്റ് ഒരു അസർഷൻ റീസണിങ് ക്വസ്റ്റ്യൻ ആണ്. അസർഷൻ പറഞ്ഞിരിക്കുന്നത് ഇഫ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് കണ്ടെയ്ൻ സം എറേഴ്സ് ദ ഫിനാൻഷ്യൽ റേഷ്യോസ് വുഡ് ഓൾസോ പ്രസന്റ് ആൻ എറോണിയസ് സിനാരിയോ. അതിന്റെ റീസൺ പറഞ്ഞിരിക്കുന്നത് അക്കൗണ്ടിംഗ് റേഷ്യോസ് എക്സിബിറ്റ് റിലേഷൻഷിപ്പ് ഇഫ് എനി ബിറ്റ്വീൻ അക്കൗണ്ടിംഗ് നമ്പേഴ്സ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. നമുക്ക് അസർഷൻ നോക്കുവാണെങ്കിൽ ഇഫ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് കണ്ടെയ്ൻ സം എറേഴ്സ്, നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് മീൻസ് ഞാൻ പറഞ്ഞു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്, അതിനകത്ത് എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ ദ ഫിനാൻഷ്യൽ റേഷ്യോസ് വുഡ് ഓൾസോ പ്രസന്റ് ആൻ എറോണിയസ് സിനാറിയോ. ആ ഒരു തെറ്റ്, ആ റോങ് ആയിട്ടുള്ള ആ എറർ എവിടെയും വരും എന്നാ പറയുന്നത്? ഫിനാൻഷ്യൽ റേഷ്യോസിലും വരും. കറക്റ്റ് ആണ്. കാരണം നമ്മൾ ഫിനാൻഷ്യൽ റേഷ്യോസ് എടുക്കുന്നത് ഏതിൽ നിന്നാണ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ നിന്നാണെന്ന് പറഞ്ഞു അല്ലേ? എന്താ നമ്മൾ പറഞ്ഞത്? റേഷ്യോ അനാലിസിസ് ടെക്നിക് ഓഫ് അനലൈസിങ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനലൈസ് ചെയ്തുകൊണ്ടാണ് എന്ത് കണ്ടുപിടിക്കുന്നത്? നമ്മുടെ റേഷ്യോ അനാലിസിസ്, റേഷ്യോസ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ തെറ്റുണ്ടെങ്കിൽ ഏതിലും തെറ്റ് വരാം? ഫിനാൻഷ്യൽ റേഷ്യോസിലും തെറ്റ് വരാം. അപ്പം അസർഷൻ കറക്റ്റ് ആണ്. ഇനി അതിന്റെ റീസൺ കറക്റ്റ് ആണോ നോക്കിക്കേ. അക്കൗണ്ടിംഗ് റേഷ്യോസ് എക്സിബിറ്റ് റിലേഷൻഷിപ്പ് ഇഫ് എനി ബിറ്റ്വീൻ അക്കൗണ്ടിംഗ് നമ്പേഴ്സ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. എന്തുകൊണ്ട് ആ തെറ്റ് വരാൻ കാരണം? അക്കൗണ്ടിംഗ് റേഷ്യോസ് എന്ന് പറയുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലെ നമ്പേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് അതിൽ നിന്ന് എടുക്കുന്നത്. അതുകൊണ്ടാണ് അക്കൗണ്ടിംഗ് റേഷ്യോസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ തെറ്റുണ്ടെങ്കിൽ എവിടെയും തെറ്റ് വരാം? അക്കൗണ്ടിംഗ് റേഷ്യോസിലും വരാം. കാരണം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലെ ഫിഗറുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് അക്കൗണ്ടിംഗ് റേഷ്യോ ആയിട്ട് എടുക്കുന്നത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് എവിടെയും ബാധിക്കാം? അക്കൗണ്ടിംഗ് റേഷ്യോസിലും ബാധിക്കാം. ഇപ്പൊ ക്ലിയർ ആയി കാണും. അസർഷനും റീസണും എന്താണ്? കറക്റ്റ് ആണ്. റീസൺ കറക്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനും ആണ്. ആൻസർ നോക്കുമ്പോൾ നോക്കിക്കേ, സി ആണ് ആൻസർ. അസർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ. സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നോക്കിക്കേ, അസർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ ലിമിറ്റേഷൻസ് ഓഫ് റേഷ്യോ അനാലിസിസ്. ഇനി താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ് റേഷ്യോ അനാലിസിസിന്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്? ഈ റേഷ്യോ അനാലിസിസിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് നമുക്ക് ഫിനാൻഷ്യൽ പ്രോബ്ലത്തിനെ ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്റ്റിലെ മെഷർ ചെയ്യാൻ പറ്റും, അതിന്റെ ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. രണ്ടാമത് പറയുന്നത് നമ്മളിത് ഹിസ്റ്റോറിക്കൽ ഡേറ്റ വെച്ചിട്ടാണ്, അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓൾറെഡി കഴിഞ്ഞുപോയ കാര്യങ്ങളായിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഹിസ്റ്റോറിക്കൽ ഡേറ്റയാണ്. പിന്നെ ഇതിനൊരു യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ലെവൽ ഒന്നും തന്നെ ഇല്ല. ഇങ്ങനെ ഒരുപാട് ഉണ്ട്, ഇതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. നോക്കിക്കേ, താഴെ തന്നിരിക്കുന്ന ലിമിറ്റേഷൻസ് ഏതൊക്കെയാ? ഇഗ്നോർസ് പ്രൈസ് ലെവൽ ചേഞ്ചസ്, ഇഗ്നോർ ക്വാളിറ്റേറ്റീവ് ഓർ നോൺ മോണിറ്ററി ആസ്പെക്ട്സ്, നോ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് യൂണിവേഴ്സലി അക്സെപ്റ്റഡ് സ്റ്റാൻഡേർഡ് ലെവൽസ്. ഇഗ്നോർസ് പ്രൈസ് ലെവൽ ചേഞ്ചസ്. ഇവിടെ പ്രൈസ് ലെവൽ ചേഞ്ചസ് ഒന്നും എടുക്കുന്നില്ല. നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ എന്ത് ഡേറ്റയാണോ ഉള്ളത്, എന്ത് ഫിഗേഴ്സ് ആണോ ഉള്ളത്, ആ ഫിഗേഴ്സ് വെച്ചുകൊണ്ടുള്ള റേഷ്യോസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇഗ്നോർസ് പ്രൈസ് ലെവൽ ചേഞ്ചസ്. പ്രൈസ് ലെവൽ ചേഞ്ചസോ എൻവയോൺമെന്റ് വരുന്ന ചേഞ്ചസോ ഒന്നും തന്നെ ഇവിടെ എടുക്കുന്നില്ല. രണ്ട്, ഇഗ്നോർ ക്വാളിറ്റേറ്റീവ് ഓർ നോൺ മോണിറ്ററി ആസ്പെക്ട്സ്. ഇവിടെ എന്ത് ചെയ്യുന്നത്? ഇവിടെ ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ടെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഒരു സൊല്യൂഷൻ ഒന്നും ഇതിന് റേഷ്യോയിൽ നിന്നും കിട്ടത്തില്ല. ജസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും? ഈ റേഷ്യോ വെച്ചിട്ടുണ്ട് എന്തെങ്കിലും മോണിറ്ററി ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സിലെ നമുക്കത് മെഷർ, ആ ഫിനാൻഷ്യൽ പ്രോബ്ലം മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അതിന്റെ ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ് എന്ത് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നോൺ മോണിറ്ററി ആസ്പെക്ട്സ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പൊ അതും എന്താണ്? ലിമിറ്റേഷൻ ആണ്. നോ എസ്റ്റാബ്ലിഷ്മെന്റ് യൂണിവേഴ്സലി അക്സെപ്റ്റഡ് സ്റ്റാൻഡേർഡ് ലെവൽസ്. ഇതിന് യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ലെവൽസ് ഒന്നും തന്നെ ഇല്ല. അപ്പൊ ഇത് മൂന്നും എന്താണ്? നമ്മുടെ റേഷ്യോ അനാലിസിസിന്റെ ലിമിറ്റേഷൻസ് ആണ്. അപ്പോൾ നോക്കിക്കേ,
ആൻസർ പറയുകയാണെങ്കിൽ ഓൾ ഓഫ് ദി അബവ്. ഈ തന്നിരിക്കുന്ന 3 എന്താണ് റേഷ്യോ അനാലിസിസിന്റെ ലിമിറ്റേഷൻസ് ആണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനും അസർഷൻ റീസൺ ആണ്. കറന്റ് റേഷ്യോ ഈസ് കൺസിഡേർഡ് ബെറ്റർ ദാൻ ക്വിക്ക് റേഷ്യോ ആസ് മെഷർ ഓഫ് ലിക്വിഡിറ്റി പൊസിഷൻ ഓഫ് ദ ബിസിനസ്. റീസൺ ക്വിക്ക് റേഷ്യോ എക്സ്ക്ലൂഡ്സ് നോൺ ലിക്വിഡ് അസറ്റ്സ്. ഈ അസർഷനിൽ പറഞ്ഞിരിക്കുന്നത് കറന്റ് റേഷ്യോ ഈസ് കൺസിഡേർഡ് ബെറ്റർ ദാൻ ക്വിക്ക് റേഷ്യോ ആസ് മെഷേഴ്സ് ഓഫ് ലിക്വിഡിറ്റി പൊസിഷൻ ഓഫ് ദ ബിസിനസ്. തെറ്റാണ്. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തപ്പോഴേ പറഞ്ഞു. കറന്റ് റേഷ്യോയെക്കാളും സ്ട്രോങ് ആണ് ഏത്? ക്വിക്ക് റേഷ്യോ. എന്ത് മെഷർ ചെയ്യുമ്പോൾ? ലിക്വിഡിറ്റി പൊസിഷൻ മെഷർ ചെയ്യുമ്പോൾ കറന്റ് റേഷ്യോയെക്കാളും സ്ട്രോങ് ആണ് ക്വിക്ക് റേഷ്യോ. കാരണം കറന്റ് അസറ്റ്സിൽ നിന്നും സ്റ്റോക്കിനെയും പ്രീപെയ്ഡ് എക്സ്പെൻസിനെയും എടുത്തു കളഞ്ഞ് വീണ്ടും അതിന്റെ ലിക്വിഡിറ്റി പൊസിഷൻ ഒന്നുകൂടി എന്താക്കുന്നുണ്ട്? സ്ട്രോങ് ആക്കുന്നുണ്ട്. എവിടെ വരുമ്പോൾ? ക്വിക്ക് അസറ്റ്സിൽ വരുമ്പോൾ. അപ്പൊ കറന്റ് റേഷ്യോ അല്ല, ക്വിക്ക് റേഷ്യോ ആണ് എന്ത് സ്ട്രോങ് എന്ന് പറയുന്നത്. ഏത് നോക്കുമ്പോൾ? ലിക്വിഡിറ്റി പൊസിഷൻ നോക്കുമ്പോൾ. അപ്പം അസർഷൻ എന്താണ്? തെറ്റാണ്. ഇനി റീസൺ പറഞ്ഞിരിക്കുന്ന നോക്കിക്കേ. ക്വിക്ക് റേഷ്യോ എക്സ്ക്ലൂഡ്സ് നോൺ ലിക്വിഡ് അസറ്റ്സ്. ക്വിക്ക് റേഷ്യോയിൽ എന്ത്? നോൺ ലിക്വിഡ് അസറ്റ്സ്. നോൺ ലിക്വിഡ് അസറ്റ്സ് മീൻസ് ലിക്വിഡിറ്റി കുറവായിട്ടുള്ളത്, അല്ലെങ്കിൽ ലിക്വിഡിറ്റി ഇല്ലാത്തതായിട്ടുള്ള അസറ്റുകൾ, അതാണ് സ്റ്റോക്കും പ്രീപെയ്ഡ് എക്സ്പെൻസും. അതിനെ എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്ക്ലൂഡ് ചെയ്യുന്നുണ്ട്. അത് കറക്റ്റ് ആണ്. അപ്പൊ റീസൺ കറക്റ്റ് ആണ്, അസർഷൻ എന്താണ്? റോങ് ആണ്. അപ്പൊ ആൻസർ ഏത് വരും? A is false and B, R is true. The second ആണ്. B ആണ് ആൻസർ. R is true but A is false. R is true but A is false. Next question. Liquid asset is determined by. Liquid assets means quick assets. Quick assets എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? കറണ്ട് അസറ്റ്സിൽ നിന്ന് സ്റ്റോക്കും പ്രീപെയ്ഡ് എക്സ്പെൻസും എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. അപ്പം A ആണ് എന്റെ ഓപ്ഷൻ. കറണ്ട് അസറ്റ്സ് മൈനസ് സ്റ്റോക്ക് മൈനസ് പ്രീപെയ്ഡ് എക്സ്പെൻസ്.